Hello everyone, welcome to Nafi the Educator. It's me and Nafi. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം നിങ്ങൾ രണ്ട് കാര്യം കമന്റ് ചെയ്യേണ്ട. ഒന്ന്, നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഏത് മീഡിയത്തിലാണ് പഠിക്കുന്നത്? ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ? രണ്ടാമത് നിങ്ങൾ കമന്റ് ചെയ്യേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്ത് വന്നിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഓൾറെഡി പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചില സ്കൂളുകളിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയത് മാത്രമല്ല നിങ്ങളെ കാത്തിരിക്കുന്ന മാറ്റം, ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ തന്നെ വേറെയും ചില മാറ്റങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ മാറ്റം, നിങ്ങൾ 7ാം ക്ലാസ് വരെ ഗ്രേഡിലാണ് കാര്യമായിട്ട് എക്സാം എഴുതിയിരുന്നെങ്കിൽ 8ാം ക്ലാസ് നിങ്ങൾക്ക് മാർക്കിലേക്ക് മാറാണ്. 40 മാർക്കിൻ്റെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ഉണ്ടാവുക. സോഷ്യൽ സയൻസ് ആയാലും ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും എല്ലാം 40 മാർക്കിന് മാർക്കിംഗ് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യാണ് 8ാം ക്ലാസ്സിൽ മാറണം. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൻ്റെ ഈ മാത്സ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അതിലൊക്കെ അത്യാവശ്യം വലിയ വലിയ പാഠങ്ങളാണ്. നിങ്ങൾക്കറിയാം 8ാം ക്ലാസ്സിലെ റിട്ടൺ എക്സാമിൽ 30% മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. ആ 30% മാർക്ക് നമ്മൾ എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതി ഒന്നുകൂടി പാസ്സാവേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് 40 മാർക്കിൻ്റെ എക്സാമിൽ 12 മാർക്ക് നിങ്ങൾ എക്സാം ഹാളിൽ എക്സാമിൽ എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? പാസ്സാവുള്ളൂ. 40ൽ 12 മാർക്ക് നിങ്ങൾക്ക് പാസ്സാവാൻ വേണം. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതിൽ 40ൽ 12 മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പാസ്സാവുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം? ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓൾ പാസ് എന്ന സിസ്റ്റം ഇല്ലേ? 7ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ഓൾ പാസ് ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തില്ല? ഓൾ പാസ് എന്നൊരു സിസ്റ്റം ഇല്ല എന്നുള്ളൊരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 40ൽ 12 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, ബേസിക് സയൻസ് 3 ടെക്സ്റ്റ് ബുക്കുകളാവുകയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് ഊർജ്ജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം എന്നിങ്ങനെ 3 ടെക്സ്റ്റ് ബുക്കുകളായിട്ട് നിങ്ങളുടെ ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം നടക്കുമ്പോൾ 3 എക്സാം ആയിട്ട് ഒരു ദിവസം തന്നെ നടക്കുക. അതായത് 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും, പക്ഷേ ഒറ്റ ദിവസം തന്നെ ആയിരിക്കും എക്സാം. ആ രീതിയിൽ 3 സബ്ജക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബേസിക് സയൻസ് മാറുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിലുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഴയ 7ാം ക്ലാസ്സിൽ ചെറിയ കുട്ടികളല്ല, കുറേ കൂടി മുതിർന്ന വലിയ കുട്ടികളായിട്ടുണ്ട്. നിങ്ങൾ തുടക്കം മുതൽ പഠിച്ചാൽ മാത്രമേ, അത് ആഴ്ചയിൽ 3 ദിവസം, അത്രയും പറഞ്ഞോളൂ, ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ, ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ നന്നായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് മാർക്ക് തന്നെ വരും എന്നുള്ളൊരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. മക്കളെ, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. 30% മാർക്ക് നിങ്ങളുടെ റിട്ടൺ എക്സാമിൽ എഴുതിയെടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? പാസ്സാവുള്ളൂ. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക്, നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഇത്തരം ഒരുപാട് അപ്ഡേറ്റ്സ് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1 +2 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട ഒരുപാട് അപ്ഡേറ്റ്സ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിലൂടെ തരുന്നതാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ പറഞ്ഞ് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്.